ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റിനിയസ് വേൾഡ്. ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട് എപ്പോഴും ഭംഗിയായിരിക്കാനും അതേപോലെ തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ വീടിനെ ലക്ഷറി ആക്കി മാറ്റാനുള്ള ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളും, അതേപോലെ തന്നെ അതിനൊക്കെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുകയെന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഏതും നമുക്ക് മനോഹരമാക്കിയിട്ട് നിലനിർത്താം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സോഫ എന്ന് പറഞ്ഞത് അത്യാവശ്യം നല്ല കീറിയിട്ടും അതേപോലെ തന്നെ അത്യാവശ്യം നല്ല പഴക്കമുള്ള ഒരു സോഫയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് എങ്ങനെയാണ് ക്ലോത്തൊക്കെ മാറ്റിയിട്ട് സംഭവം സെറ്റാക്കിയെന്ന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവർ പോയി കാണട്ടോ. അങ്ങനെ സെറ്റാക്കിയതാണ് നമ്മുടെ ഈ സോഫ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഞാനൊരു ചെടിയുടെ പോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മണി പ്ലാന്റിനാണ്. അത് കുറച്ച് പുസ്തകത്തിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഒരുപാട് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഒരു സ്റ്റൂളിൻ്റെ മുകളിലാണ് കേട്ടോ, സ്റ്റീലിൻ്റെ ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇതേപോലെ തന്നെ ഹാങ്ങിങ്ങിൻ്റെ നമ്മൾ ഓൺലൈനിൽ വാങ്ങിയതാണ്. അത് ചെറിയ പൈസ ഉള്ളൂ, 200 സംതിങ് എങ്ങാനാണുള്ളത്. പിന്നെ അതൊരു പൊട്ടിയ കപ്പാണ്. ആ കപ്പിൻ്റെ അകത്താണ് ഞാൻ മണി പ്ലാന്റ് ഇതേപോലെ തന്നെ കുറച്ചൊന്ന് പ്ലാന്റ് ഇട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരു ലുക്ക് വൈസിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. കുറച്ച് പിന്നെ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലിവിങ്ങിൽ ചെയ്ത് കൊടുക്കട്ടോ. ഞാൻ പറഞ്ഞ നേരത്തെ നമ്മൾ തൂക്കിയിട്ടിട്ടുള്ളതില്ലേ, ഇത് ഓൺലൈനിൽ 2 പീസായിട്ടാണ് കിട്ടിയത്. ഒരു പീസ് ഞാൻ ബേസിൻ്റെ അവിടെ വെച്ച്, ഒരു പീസ് നമ്മൾ സോഫയുടെ സൈഡിലായിട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുപ്പിയിലായിട്ട് നമ്മൾ മണി പ്ലാന്റിൻ്റെ ഒരു പീസും കൂടി ഇട്ടിട്ട് അവിടെയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബേസിൻ്റെ അടുത്ത് ഇതേപോലെ ഞാൻ ചെറിയൊരു പോട്ടിൽ നമ്മുടെ ഹാങ് ചെയ്തിട്ടുള്ള ചെടിയില്ലേ, അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ വാഷ് ബേസിൻ്റെ അടുത്തൊക്കെ വെക്കുമ്പോൾ അത്യാവശ്യം ചെറിയ പോട്ടായിരിക്കും കേട്ടോ, അവിടെ കാണാൻ ഭംഗി. ചെറിയൊരു പോട്ടാണ്. അതിൽ ഇതേപോലെ പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഒരു കുറച്ച് ഈ ലിവിങ്ങിൽ തന്നെ സോഫ ഇട്ടവിടെ തന്നെ ഞാൻ ഒരു ചെറിയ സ്റ്റിക്ക് വെച്ചിട്ട്, നമ്മുടെ ഈ ഐസ്ക്രീമിൻ്റെ ഒക്കെ സ്റ്റിക്കില്ലേ, അത് വെച്ചിട്ടൊരു ഐറ്റം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളൊരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുള്ളൂ. നമ്മുടെ വേറെ സ്റ്റിക്ക് ഒരു 30 റുപ്യല്ല തോന്നുന്നുണ്ട്, അതൊരു റോളിന് കേട്ടോ. അത് വെച്ചിട്ട് ചെയ്തതാണ്. അതിൻ്റെ നമ്മളതൊരു പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ അതും കൂടി വെച്ചിട്ട് സംഭവം ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലിവിങ്ങിൽ നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ടും കുറച്ച് കാണാനൊക്കെ ഒരു ഭംഗി തോന്നുന്ന ലെവലിൽ നമ്മളൊന്ന് ലിവിങ് ഒക്കെ മാറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവം അടിപൊളിയായിരിക്കും കേട്ടോ. ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഏതൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഇതേപോലെയൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിമനോഹരമായിരിക്കും നമ്മുടെ വീട്. അപ്പോൾ ഇത് ഈ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും